റേഷൻ കാർഡ് ഉടമകളുടെ വീട്ടിലേക്ക് നാളെ മുതൽ ഉദ്യോഗസ്ഥർ എത്തിത്തുടങ്ങും. നമ്മളുടെ റേഷൻ കാർഡുകളുടെ 4 പ്രധാന കാര്യങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയും ചെയ്യും. എല്ലാ വീടുകളിലും ബാധകമാകുന്ന വളരെ പ്രാധാന്യമർഹിക്കുന്ന സർക്കാരിൻ്റെ അറിയിപ്പ് വന്നെത്തിയിരിക്കുകയാണ്. എല്ലാ ജില്ലകളിലും ഉദ്യോഗസ്ഥർ വീടുകൾ കയറി ഇറങ്ങുമ്പോൾ ഇത് സ്പെഷ്യൽ സ്ക്വാഡാണ് എന്ന് ഓർത്തുകൊള്ളുക. അതോടൊപ്പം തന്നെ ഇവരുമായിട്ട് നമ്മൾ സഹകരിച്ചേ മതിയാവുകയുള്ളൂ. സംസ്ഥാനത്ത് മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകളുടെ അർഹത നിർണ്ണയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വിവിധ മേഖലകളിൽ ഉദ്യോഗസ്ഥർ, അത് എല്ലാ ജില്ലകളിലും താലൂക്ക് അടിസ്ഥാനത്തിൽ ഓരോ റേഷൻ കടകൾക്ക് പരിധിയിലും വീടുകളിലെത്തി നേരിട്ട് പരിശോധന നടത്തുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് അർഹതയുള്ള സാധാരണക്കാർക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗത്തിന് ലഭിക്കുന്ന സൗജന്യ ആനുകൂല്യങ്ങൾ, സർക്കാർ നൽകുന്ന വിവിധ സബ്സിഡി സ്കീമുകൾ, ഇവയെല്ലാം തന്നെ വാങ്ങുന്ന വ്യക്തികൾ കൃത്യമായിട്ട് ആ ഒരു റേഷൻ കാർഡിന് അർഹതയുണ്ടോ എന്ന് സർക്കാർ പരിശോധിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായിട്ട് 4 കാര്യങ്ങൾ പരിഗണിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ വീട്, അത് വാർക്ക വീടാണോ അതോടൊപ്പം തന്നെ 1000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടാണോ എന്ന് കൃത്യമായിട്ട് ഉദ്യോഗസ്ഥർ പരിശോധിക്കും. ഇതോടൊപ്പം തന്നെ വീട്ടിൽ ആർക്കെങ്കിലും സർക്കാർ ജോലിയുണ്ടോ എന്ന കാര്യവും സർക്കാർ ഈ അവസരത്തിൽ പരിശോധിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ വീട്ടിൽ വാഹനമുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇതിൽ മറ്റൊരു കാര്യമായിട്ട് സർക്കാർ പരിഗണിക്കുന്നത്. ഇനി ഇത് മാത്രമല്ല, നമുക്കറിയാം 1 ഏക്കറിൽ കൂടുതൽ ഭൂമി റേഷൻ കാർഡിലെ എല്ലാ ഉടമകൾക്കും BPL AVO കാർഡാണെങ്കിൽ അവർക്ക് ഉണ്ടാവാൻ പാടില്ല. അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ജീവനക്കാരെ ഈ റേഷൻ കാർഡിൽ ഉണ്ടാവാൻ പാടില്ല. അവിടെ നിന്ന് പെൻഷൻ വാങ്ങുന്നവരെ ഈ റേഷൻ കാർഡിൽ ഉണ്ടാവാൻ പാടില്ല. വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ 1000 സ്ക്വയർ ഫീറ്റിന് മുകളിലാവാൻ പാടില്ല. ഇനി അതോടൊപ്പം തന്നെ സ്വന്തമായിട്ട് 4 ചക്ര വാഹനം റേഷൻ കാർഡിൽ പേരുള്ള ആരുടെയും പേരിൽ ഉണ്ടാവാൻ പാടില്ല. അത് ടാക്സിക്ക് ഇളവുകളുണ്ട്. അല്ലാത്ത സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാഹനമുണ്ടെങ്കിൽ എത്രയും വേഗം ഇവർ റേഷൻ കാർഡ് തരം മാറ്റേണ്ടതാണ്. ഇനി അതോടൊപ്പം തന്നെ നമ്മളുടെ മൊത്തം പുരയിടത്തിൻ്റെ അല്ലെങ്കിൽ കൃഷിഭൂമിയുടെ എല്ലാം വിസ്തീർണം അത് 1 ഏക്കറിന് മുകളിലാവാൻ പാടില്ല. പിന്നോക്ക വിഭാഗങ്ങൾക്ക് മാത്രമാണ് ഇതിൽ കുറച്ചെങ്കിലും ഇളവുകൾ സർക്കാർ നൽകുന്നത്. ഇനി ഇതുകൂടാതെ തന്നെ നമ്മളുടെ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട അംഗങ്ങളിൽ ആർക്കും അല്ലെങ്കിൽ എല്ലാവരെയും കൂടി പരിഗണിക്കുമ്പോൾ പോലും 25,000 രൂപയ്ക്ക് കൂടുതൽ മാസ വരുമാനം ഉണ്ടാവാൻ പാടില്ല. ഇനി വിദേശ ജോലിയുള്ളവരുണ്ടാകാൻ പാടില്ല എന്നും ഇതിൽ പ്രധാന നിയമങ്ങളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ സർക്കാർ പരിശോധിക്കുകയാണ്. കാരണം അർഹതയുള്ള ഒരുപാട് ആളുകൾ ഇപ്പോഴും വെള്ള റേഷൻ കാർഡുകൾ, APL വിഭാഗത്തിലെ ആനുകൂല്യമൊന്നുമില്ലാത്ത റേഷൻ കാർഡ് കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പരിശോധന, ഈ മാനദണ്ഡങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് സർക്കാർ നോക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഒരുപാട് അർഹതയുള്ള വ്യക്തികൾ APL വിഭാഗത്തിലായി പോയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇത്തരം APL കാർഡ് കൈവശം വെക്കുന്ന ഒരുപാട് ആളുകൾ വിവിധ വെല്ലുവിളികൾ നേരിടുന്ന, അത് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ മൂലം അല്ലെങ്കിൽ കിടപ്പ് രോഗികളായിട്ടുള്ളവർ, വിവിധ രോഗങ്ങൾ മൂലം ക്ലേശിക്കുന്നവർ, അതോടൊപ്പം തന്നെ ദിവസം തള്ളി നീക്കാൻ പോലും സാധിക്കില്ലാത്ത ഒരുപാട് ആളുകൾ APLൻ്റെ വെള്ള റേഷൻ കാർഡ് കൈവശം വെച്ചിരിക്കുന്നവരാണ്. അപ്പോൾ ഇവർക്ക് അർഹതയുള്ള, ഇവർ മാറേണ്ട ആ ഒരു BPL കാർഡ് ഇവർക്ക് നൽകുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന വ്യാപകമായിട്ട് പരിശോധന വരുന്നത്. ഇനി ഇതിൽ നമ്മൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നാളിതുവരെ വാങ്ങിയ ഉൽപ്പന്നങ്ങളുടെ അത് വിപണിയിലെ നിരക്കിനനുസരിച്ച് ഫൈൻ നമ്മളിൽ നിന്നും ഈടാക്കും. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ഏതെങ്കിലുമൊക്കെ ആനുകൂല്യം നമ്മളുടെ റേഷൻ കാർഡ് ഹാജരാക്കി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവയെല്ലാം തന്നെ നമ്മൾ തിരിച്ച് സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ വലിയ കാര്യമാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഇതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കാർഡിന് അയോഗ്യരാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ എത്രയും വേഗം നമുക്ക് താലൂക്ക് ഓഫീസിൽ കാർഡ് തരം മാറ്റുന്നതിന് വേണ്ടി, APL വിഭാഗത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് അപേക്ഷ വയ്ക്കാം. അങ്ങനെ നമുക്ക് പിഴയിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. ഇനി അതുമാത്രമല്ല, നമ്മളുടെ പ്രദേശത്ത് ഇത്തരത്തിൽ അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങുന്നവരുണ്ടെങ്കിൽ നമുക്ക് രഹസ്യമായിട്ട് തന്നെ ഈ വിവരങ്ങൾ സർക്കാരിനെ അറിയിക്കാം. താലൂക്ക് സപ്ലൈ ഓഫീസിൽ വിളിച്ചറിയിച്ചു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർ ആ വീട്ടിൽ ആദ്യം എത്തി പരിശോധിക്കുന്നതായിരിക്കും. ഇങ്ങനെയുള്ള വിവിധ നടപടിക്രമങ്ങൾ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അർഹതയുള്ളവർക്ക് കാർഡ് ലഭിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് ഈ സമയത്ത് ആശംസിക്കുകയും ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.